ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ജഡ്ജിയോ അദ്ദേഹത്തിന്റെ ഭാര്യയോ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുന്നു. ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു റൂമിൽ നോക്കുമ്പോൾ നോട്ടിന്റെ കൂമ്പാരം എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 15 കോടികളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് സുപ്രീം കോടതി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്ത, അല്ലാതെ വേറെ എന്തെങ്കിലും നടപടി ഉണ്ടതായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്നലെ പാർലമെന്റിൽ ഭയങ്കര ബഹളമുണ്ട് അതിന്റെ പേരിൽ. അതായത് ഇപ്പോൾ ഒരു മന്ത്രിയോ MP യോ MLA ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപ്പം തന്നെ ED അറസ്റ്റ് ചെയ്യും. പിന്നെ ജാമ്യം പോലും കിട്ടാതെ കുറെ കാലം ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷേ ജഡ്ജിമാർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ നേരിടേണ്ടി വരുന്നില്ല? അതിന്റെ കാരണം ഞാൻ പറയാം. ഇന്ത്യയിൽ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നതിൽ സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിനോ യാതൊരു ഉത്തരവാദിത്വവും കൊടുത്തിട്ടില്ല. പക്ഷേ വികസിത രാജ്യങ്ങളെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഇത് പക്ഷേ ഇവിടെ ഒരു കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ജഡ്ജിമാരെ ഹൈക്കോടതികളിലെയും സുപ്രീം കോടതിയിലെയും ആരാവണമെന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ട് ഈ ജഡ്ജിമാരുടെ പേരുകൾ അവർ കേന്ദ്ര ഗവൺമെന്റിന് അയക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ മന്ത്രാലയം അത് പ്രസിഡന്റിന് അയക്കുന്നു. പ്രസിഡന്റ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ പക്ഷേ ഇത് പലപ്പോഴും അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കൊളീജിയം സിസ്റ്റം സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ കടന്നുകൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഏറ്റവും വലിയ അഡ്വക്കേറ്റുമാരും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കൊളീജിയം സിസ്റ്റം മാറണം, മറ്റൊരു സംവിധാനം വരണമെന്ന്. അതുകൊണ്ട് 2014 ഇന്ത്യൻ പാർലമെന്റിൽ വേറൊരു സംവിധാനം കൊണ്ടുവരുന്നത് NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഈ കൊളീജിയം സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 5 ജഡ്ജിമാരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതിന് പകരം ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷനിൽ എന്തോ വന്നെന്ന് വെച്ചാൽ 3 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ നിന്ന് ഈ കാര്യം തീരുമാനിക്കാൻ, ജഡ്ജിമാരുടെ പേര് തീരുമാനിക്കാൻ, ബാക്കി 3 പേര് കേന്ദ്ര ഗവൺമെന്റിലെ നിയമമന്ത്രി, ബാക്കി 2 പൊതുസമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങൾ. പൊതുസമൂഹത്തിലെ ഉന്നത വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മളെ മരിച്ചുപോയ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെയൊക്കെ പോലുള്ള ഏറ്റവും ഇന്റഗ്രിറ്റി തെളിയിച്ച നിയമ വിദഗ്ധരെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള 2 പ്രധാന വ്യക്തികൾ. ഇത് ഇന്ത്യൻ പാർലമെന്റിൽ ഇത് ഏകകണ്ഠമായാണ് പാസ്സാവുന്നത്. CPM പോലും മോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ഒരു തീരുമാനത്തിന്, ഈ ഒരു നിയമത്തിന് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഏകകണ്ഠമായി എല്ലാവരും, കോൺഗ്രസും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിയമം പാസ്സാവുന്നത്. പക്ഷേ 2015 സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് റദ്ദാക്കിയാണ്. വീണ്ടും പഴയ കൊളീജിയം സിസ്റ്റത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മളെ ഈ ജഡ്ജിമാരെ സെലക്ട് ചെയ്യുന്നതിൽ യാതൊരു ട്രാൻസ്പെറൻസിയും ഇല്ല. ഇത് ആൾക്കാർക്ക് ജുഡീഷ്യറിലുള്ള ഒരു വിശ്വാസം ഇല്ലാതാക്കും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒരേ ഒരു സംവിധാനം ജുഡീഷ്യറിയാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് അതിനുള്ള വിശ്വാസം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പഴയ NJAC പോലുള്ളൊരു സിസ്റ്റം ഇന്ത്യയിൽ വരേണ്ടതിന്റെ ആവശ്യത അവിടെ പറയുന്നത്. പക്ഷേ ഈ ജഡ്ജിമാര് അഴിമതി കാണിച്ചാൽ പുറത്താക്കാനുള്ള സംവിധാനം ഇന്ത്യയുടെ ഭരണഘടനയിലുണ്ട്. അതിന് ഇംപീച്ച്മെന്റ് എന്ന് പറയും. പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അത്ര എളുപ്പമല്ല ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കാനും ഒന്നും. പല ജഡ്ജിമാരും ഇതുപോലെ അഴിമതി കേസുകളിൽ പിടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ മറ്റ് ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ഉള്ളതുപോലെ നമ്മളുടെ പൊതുസമൂഹത്തിനും നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റിനും ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ജഡ്ജിമാരെ സെലക്ട് ചെയ്യാനുള്ള ഇത് വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ജനതയ്ക്ക് ഈ ജുഡീഷ്യറിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇതുപോലുള്ള കള്ളന്മാർ അതിൻ്റെ അകത്ത് കയറി പെട്ടാനുള്ള സാധ്യതയുണ്ട്.